BJP ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് വേണ്ടേ? അവർ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതൊരു സംഘടനാപരമായ ദൗത്യമല്ലേ, അതവർ നിർവഹിച്ചു. അല്ല, BJP ന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. RSS നയിക്കുന്ന ഒരു സംഘടനയാണ് BJP. RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു സംഘടനയാണത്. BJP കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 3.5 കോടി മലയാളികളോട് കാണിക്കുന്ന ക്രൂരതക്ക് എതിരായിട്ട് ശബ്ദിക്കാൻ ഇന്ന് വരെ BJPക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ BJP ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവും കാത്തുസൂക്ഷിക്കാൻ, ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ ഇടതുപക്ഷ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ജനത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് കേരളത്തിലെ ജനതയുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ല, ഇന്ത്യൻ ജനതയുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ലെന്ന് അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ BJP വളർത്താൻ കഴിയുമെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? BJP വളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാലഘട്ടങ്ങളിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ അതിൻ്റെ തകർച്ചയും നാശവും ഉണ്ടാകും. ഇന്ത്യയിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ, ഫെഡറൽ സംവിധാനം കാത്തു സൂക്ഷിക്കാൻ, ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ആ മനസ്സുള്ള ഒരു ജനതയാണ് ഇന്ത്യൻ മനസ്സ്. ആ മനസ്സുള്ള ജനത BJPയെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും. വരട്ടെ, കാണാം. അതിനുശേഷം അഭിപ്രായം പറയുന്നതല്ലേ നല്ലത്. അദ്ദേഹം ഇതുവരെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സംഘടനാ രംഗത്തൊന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം വരട്ടെ, പ്രവർത്തിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കി അഭിപ്രായം പറയുന്നതായിരിക്കും ഉചിതം. മറ്റ് പല നേതാക്കളും BJPയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അതിർത്തിയിലൊക്കെ എന്താണ് ഒരു കമന്റ്? അത് എനിക്ക് തോന്നുന്നത് BJPക്കകത്ത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ സുരേന്ദ്രൻ പ്രസിഡന്റാകുമെന്നുള്ളതാണ് ഇന്നലെ വരെ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റി പലരും കുപ്പായമിട്ട് നടന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ BJPക്കകത്ത് ശക്തിപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം കൂടി, കേരളം മുഴുവൻ കാണാത്തൊരു പ്രസിഡന്റാണ് BJPക്ക് വന്നതാരാണ്? BJPക്കാർക്ക് കേരളം എവിടെയാ അറിയുക? അവർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ എന്താണുള്ളത്? ഇന്ത്യൻ രാഷ്ട്രീയ അനുഭവങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ അനുഭവങ്ങളില്ലാത്തൊരു പാർട്ടിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്നത്തെ ജനസംഘം, അവരുടെ മുൻഗാമികൾ RSS ബ്രിട്ടീഷ് ഗവൺമെന്റിനോടൊപ്പമാണ്. ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയെ സഹായിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രചാരവേല നടത്തിയിട്ടുള്ള സംഘടനയാണ് RSS. അവരാണ് BJP നയിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരു ദൗത്യവും നിർവഹിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് BJP. ആ BJP ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗത്തെ BJPക്ക് ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാന അധ്യക്ഷനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കുന്നില്ല. അതിലെന്താണ്? അത് കേരളത്തിന് പറ്റിയൊരു കഷ്ടകാലമാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരായിരിക്കും. തൃശ്ശൂരിലെ ജനങ്ങൾ അധികം താമസിയാതെ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് തിരിച്ച് ശരിയായ നിലയിലേക്ക് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിലെ ഒരു ചാനലിന്റെ മുതലാളിയാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നത് BJP ഒരു പാർട്ടി. അവരുടെ മിക്കവരും വലിയ മുതലാളിമാരല്ലേ. മുതലാളിമാര് ചാനലും വ്യവസായവും ഒക്കെ നടത്തി നടക്കുകയാണ്. രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം. ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പാടനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇതെല്ലാം ജനങ്ങളാണ് നിശ്ചയിക്കുന്ന പരമാധികാര ശക്തി. ജനങ്ങളിലാണ് ആ പ്രതികരണം ഉണ്ടാകുക. തീർച്ചയായും ജനങ്ങൾ BJPയെ തിരസ്കരിക്കും. അത് ഇന്ത്യൻ ജനത തന്നെ BJPയെ തിരസ്കരിക്കും. ആ കാലം നമുക്ക് കാത്തിരുന്ന് കാണാം. രാജീവ് ചന്ദ്രശേഖർ വരുന്നത് BJPക്ക് ഗുണമാകുമോ ദോഷമാകുമോ? വരട്ടെ, അതിനുശേഷം അഭിപ്രായം പറയുന്നതല്ലേ നല്ലത്. ഞങ്ങളിങ്ങനെ ഈ ജ്യോതിഷക്കാരല്ലല്ലോ ഇത് വെച്ച് പറയാൻ. അതുകൊണ്ട് വരട്ടെ, അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നോക്കാം. അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ കാര്യം വിലയിരുത്തല്ല, കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? ഇനി അതിന്റെ പ്രശ്നമില്ലല്ലോ. അദ്ദേഹം കൊണ്ടുവരുതാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തെ അവർ തന്നെ ഒഴിവാക്കിയത്. പിന്നെ ഞാനതിനെന്ത് പറയാനാ?